വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കാം. ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് അതുമായി അനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 1 മുതൽ വായിച്ചേ. അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി കല്ലറയിൽ നിന്ന് കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറേ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ ആ നിൽക്കുന്ന 2 പുരുഷന്മാർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ. അപ്പോൾ ഇവരിവിടെ നിൽക്കുന്നത് അന്വേഷിച്ചോണ്ടാ. ഇവർ അന്വേഷിക്കുന്നത് യേശുവിനെയാ. അപ്പോ ഇവര് പറയാം, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ നിങ്ങൾ അന്വേഷിക്കുന്നിടത്ത് നിങ്ങളിൽ പലരും കൊണ്ട് വെച്ച ഈ ഇടത്ത് അവൻ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വായിച്ചേ. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിനെന്ന് പറഞ്ഞു. അടുത്ത അവൻ അവൻ്റെ വാക്ക് ഓർത്തു കല്ലറ വിട്ടു മടങ്ങിപ്പോയി 11 മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. അടുത്ത അവർ ആരെന്നാൽ അടുത്തതാണ് നമ്മുടെ വിഷയം. വായിച്ച 11-ാം വാക്യം. ഈ വാക്ക്, ഈ മേളിൽ നമ്മൾ 10 വാക്യങ്ങൾ വായിച്ചില്ലേ? ഈ വാക്ക്, ഈ കാര്യങ്ങൾ അവർക്ക് ആർക്കാ? ഈ അപ്പോസ്തലന്മാർക്ക്. ഇവർ ഭയങ്കര അപ്പോസ്തലന്മാരാ. 3.5 കൊല്ലം കർത്താവിൻ്റെ കൂടെ നടന്ന് ഇവരിന്ന് ഭയങ്കര അപ്പോസ്തലന്മാരാ. പക്ഷേ ഈ അപ്പോസ്തലന്മാർക്ക് ഈ വാക്ക് വെറും കഥ പോലെ തോന്നി അവരെ വിശ്വസിച്ചില്ല. ഒരു സ്വത്രം പറഞ്ഞേ. വെറും കഥ പോലെ തോന്നി വിശ്വസിച്ചില്ല. 10 വാക്യം നമ്മൾ വായിച്ചു. ഈ വാക്യം മുഴുവൻ എന്ന് വെച്ചാൽ ഇവരുടെ അനുഭവമായി, സഹോദരിമാരുടെ അനുഭവ. 10-ാം വാക്യത്തിൽ പറയുന്ന മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ, ഇവർ കണ്ടതും ഇവർ കേട്ടതും ഇവർ അനുഭവിച്ചതും ആയ കാര്യങ്ങൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഈ വാക്ക് വെറും, ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, വെറും കഥ പോലെ തോന്നി അവർ വിശ്വസിച്ചില്ല. ഇന്ന് പകൽ ദൈവം നിങ്ങളോട് പറയുന്ന ഈ ഈസ്റ്റർ ദിനത്തിൽ, ഈ പുനരുത്ഥാനത്തിൻ്റെ നാളിൽ നിങ്ങളോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിത കഥ പോലെ തോന്നത്തക്കവണ്ണമുള്ള നിലയിൽ ഉള്ള ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ
നാളുകൾ ചിലരുടെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം നിന്റെ മുമ്പിൽ മുതൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. ജീസസ് 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 ജീസസ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ടാൽ കഥ പോലെ തോന്നത്തക്കവണ്ണം വിശ്വസിപ്പാൻ കഴിയാത്ത രീതിയിൽ അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ നിന്റെ കൺമുൻപിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടാൻ പോകുന്നു എന്ന് എന്നെ കേൾക്കുന്ന ദൈവമേ, ഈ പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂതറിയിക്കുകയാണ്. ഓ, കഥ പോലെ തോന്നും. ഇത് നടന്നോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് സംഭവിച്ചോ എന്ന് പറഞ്ഞാൽ വിശ്വസിപ്പാൻ കഴിയാത്ത അളവിൽ കഥയെന്ന് തോന്നത്തക്കവണ്ണം, വിശ്വസിപ്പാൻ കഴിയാത്ത അളവിൽ അസാധാരണമായ ചിലത് എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിന്നെ ക്രൂശിച്ചു, നിന്നെ അടക്കി, നിന്നെ ഒതുക്കി, വാതിൽക്കൽ കല്ലറ ഒരു വലിയ കല്ലെടുത്ത് വെച്ചു, സകലതും അടച്ചു, റോമൻ ഇമ്പീരിയം മുദ്രയിട്ടു. ഇനി ഒരു ഉയർപ്പില്ല എന്ന്, ഇനി ഒരു പുനരുത്ഥാനം ഇല്ലെന്ന്, ഇനി ഒരു മടങ്ങി വരവില്ലെന്ന് പറയുന്നവരുടെ മുമ്പിൽ ഇത് കഥ പോലെ തോന്നത്തക്കവണ്ണം സംഭവിക്കാൻ പോകുന്നു. ഓ, ഇനി ഇച്ചിരി കൂടെ ദൂതിനെ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വ്യക്തമാക്കാം. വായിച്ച മത്തായി സുവിശേഷം 27-ാം അധ്യായം 62 വന്നേ. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ. ആ ചതിയൻ, ഈ ചതിയന്റെ പേരെന്താ? ഇവര് പറയുന്ന ഈ ചതിയന്റെ പേര് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. സ്വതന്ത്രം എന്തോ പറയാൻ മടി, ഉറക്കെ പറഞ്ഞേ. ഇവര് പറയാ ആ ചതിയൻ, യേശുവിന് പറയുവാ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് സംഭവിച്ചു? പറഞ്ഞേ, എന്ത് സംഭവിച്ചു? മരിച്ചു അല്ലേ? ഇവര് പറയുന്നത് ഇവൻ ജീവനോടിരുന്നപ്പോ എന്ന് വെച്ചാൽ ഇപ്പോൾ യേശു മരിച്ചു. അവൻ ജീവനോടെ ഇരുന്നപ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്തു? ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലെത്തിയതിന് വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളെല്ലാം ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവസാന സാധ്യതയും നിന്റെ മുമ്പിൽ അടഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ലൈഫിൽ ഒരു ഉയർപ്പ് നടക്കാൻ, നിന്റെ ലൈഫിൽ ഒരു പുനരുത്ഥാനം നടക്കാൻ ശ്രദ്ധിക്കണം. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ, യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അവസാന സാധ്യതയും മനസ്സിലാവുന്നുണ്ടോ? യേശുവിൻ്റെ മുമ്പിൽ അടഞ്ഞു. എല്ലാം അടഞ്ഞ്, സകലതും അടഞ്ഞ്, അല്ലേ? ഇവിടെ ഉണ്ടോ നിങ്ങള്? സകലതും അടഞ്ഞു. എല്ലാം അടഞ്ഞിരിക്കുമ്പം, എല്ലാം അടച്ചുറപ്പാക്കിയിരിക്കുമ്പം ഈ 3 സഹോദരിമാർ വന്ന് നിന്നിട്ട് പറയുക, അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
ഒരു ഭാഗത്ത് എല്ലാം അടച്ചു, എല്ലാ വഴിയും അടച്ചു, എല്ലാ സാധ്യതകളും അടച്ചു, എല്ലാ മുഖാന്തരം അടച്ചു. അപ്പോഴാ ഈ സഹോദരിമാർ വന്ന് പറയുന്നേ, ആർക്കേലും വിശ്വസിക്കാൻ പറ്റുമോ? ആർക്കെല്ലാം വിശ്വസിക്കാൻ പറ്റുമോ? ഇത് കേൾക്കുന്നവർക്കൊക്കെ കഥ പോലല്ലേ തോന്നത്തുള്ളൂ, കഥ പോലല്ലേ തോന്നത്തുള്ളൂ. ഇന്ന് പകൽ ഇന്നത്തെ യേശുവിൻ്റെ അവസ്ഥ കണ്ട ആർക്കും മനസ്സിലാവുന്നുണ്ടോ? മത്തായി 27 അധ്യായത്തിൽ നമ്മൾ വായിച്ച ഈ അവസ്ഥ കണ്ട ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടവരുടെ മുമ്പിൽ വന്നു നിന്ന ഈ സഹോദരിമാര് പറയുന്നേ, അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകൽ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പാടില്ലെന്ന് ചിന്തിച്ച്, ഒരിക്കലും കേൾക്കാൻ പാടില്ല എന്ന് നീ ചിന്തിച്ച്, പല പ്രയാസങ്ങളിലൂടെ, പല ബുദ്ധിമുട്ടുകളിലൂടെ, പല അനുഭവങ്ങളിലൂടെ കടന്നുപോയ നിനക്ക് കേട്ടാൽ കഥയെന്ന് തോന്നത്തക്ക വണ്ണമുള്ള നിലയിൽ അസാധാരണമായ ചില ദൈവത്തിന്റെ പ്രവർത്തികൾ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് അടഞ്ഞ ചിലത് തുറന്ന് നിർജീവമായ ചിലത് ഇന്ന് പകൽ പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് ഈ പകൽ ഉയർത്തുന്നത്. ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? കേൾക്കുന്നവർക്കെല്ലാം കഥയെന്ന് തോന്നത്തക്ക രീതിയിൽ ചില അസാധാരണ ദൈവപ്രവൃത്തി നിന്റെ ലൈഫിൽ നടക്കാൻ പോവാ, നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോവാ. കേൾക്കുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കത്തക്ക രീതിയിൽ മത്തായി സുവിശേഷം 28 അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇന്ന് പകല് നിന്റെ ജീവിതത്തിൽ ഒരു കല്ലുണ്ടെങ്കിൽ ഇന്ന് പകല് ദൂതനിറങ്ങും. നിന്റെ വഴി അടച്ചൊരു കല്ല് ശത്രു വച്ചെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു ദൂതനിറങ്ങും. വായിച്ചേ, പെട്ടെന്ന് ഒന്ന് വായിച്ചോട്ടെ. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. മതി. ഇന്ന് പകല് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, കഥ പോലെ തോന്നത്തക്ക രീതിയിൽ ഒരു ഭൂകമ്പം, പെട്ടെന്നുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ പോലെ. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പെട്ടെന്നുണ്ടാകുന്നൊരു ഭൂകമ്പം പോലെ സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കഥ പോലെ തോന്നുന്നില്ലേ? ഞാൻ ബൈബിളിൽ നിന്ന് വായിക്കുന്നൊരു സ്റ്റോറിയല്ല പറയുന്നേ, അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്.
സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ ദൂതൻ. ശ്രീത് ബദറെ, ഷാജു ബദറെ, സജു ബദറെ, ഞാൻ നിങ്ങളോടൊക്കെ പറയുക, സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോവുക. സ്വീകരിച്ചാട്ടെ. ഇറങ്ങാൻ പോവുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ എല്ലാ സാധ്യതയും അടഞ്ഞിരിക്കുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് പകൽ കേൾക്കുന്നവർക്കൊക്കെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കത്തക്ക രീതിയിൽ, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ സംതിങ് സൂപ്പർ നാച്ചുറലായ ചെലവ്, അസാധാരണമായ ചെലവ്. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ആമേൻ. അപ്പോസ്തലന്മാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആയിരുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇന്ന് പകൽ അത് ഇതിനകത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ? പെട്ടെന്നുള്ള ചില ഇടപെടലുകൾ. കഴിഞ്ഞ 3 ദിവസം മിണ്ടാത്ത സ്വർഗം. സ്തോത്രം. ആമേൻ. ഇവിടെ 3 ദിവസം കഴിഞ്ഞ് ഉയർക്കുമെന്ന് പറഞ്ഞ് ഉയർക്കാതിരിക്കാൻ, ഈ ഉയർപ്പ് നടക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. എങ്ങനെയൊക്കെ ബന്ധിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബന്ധിച്ചു. എവിടെയൊക്കെ അടയ്ക്കാൻ പറ്റുമോ അതൊക്കെ അടച്ചു. അല്ലേ? ഇതൊക്കെ നിങ്ങൾ കണ്ടു. പക്ഷെ ഇപ്പൊ അവര് തന്നെ കേൾക്കുക, ഉയർത്തു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഥ പോലെ തോന്നി. ഇന്ന് പകലത്തെ ആ വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തുക. ഇന്ന് പകല് വിശ്വസിപ്പാൻ കഴിയാത്ത അളവിൽ, കഥയെന്ന് തോന്നത്തക്ക രീതിയിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിലെ കഥയുള്ളൂ കേട്ടോ. നിങ്ങൾ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കുക. ഇന്ന് പകല് ഹല്ലേലൂയ, കഥയെന്ന് തോന്നത്തക്ക രീതിയിൽ സൂപ്പർ നാച്ചുറലായ, അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? ഇതിനകത്ത് ആ വാക്ക് വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ദൈവം അത് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. Glory, 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 glory. Yes. Yes, yes. ഇന്ന് പകൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് നിൽക്കുന്ന ഈ അസാധാരണത്വം, ഈ സൂപ്പർ നാച്ചുറൽ പവർ, ഇത് കഥയല്ല, ഇത് സ്റ്റോറിയല്ല. ഇത് പകൽ ഞാൻ പറയുന്നു, ദൈവം ഇതിനെ നിന്റെ ലൈഫിലെ ഒരു ടെസ്റ്റിമണിയാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. ഇതൊരു ജസ്റ്റ് സ്റ്റോറി അല്ല, ഇതൊരു ടെസ്റ്റിമണിയാക്കി, ഇത് വെറും കഥയല്ല, ഇതൊരു അത്ഭുത സാക്ഷ്യമാക്കി. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്നും പഴയ അപ്പച്ചന്മാരുടെ, പഴയ ഉപദേശിമാരുടെ, അല്ലേ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. സ്തോത്രം. ഉപദേശിമാരുടെ കാലം. പാസ്റ്റർ എന്ന് പോലും വിളിക്കത്തില്ല, ഉപദേശിമാരെന്ന് ബസ് കയറിയായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെക്കാളും സ്തോത്രം. ആമേൻ. ആ ഒരു കാലഘട്ടത്തിലെ അപ്പച്ചന്മാരുടെ സാക്ഷ്യങ്ങൾ ചിലരുടെയൊക്കെ ഞാൻ കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് അവരുടെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ കഥയെന്ന് തോന്നും. ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരൊക്കെ ദൈവം നടത്തിയ വിധങ്ങൾ, പഴയ പാട്ടുകൾ പാടുമ്പം ആ പാട്ട് മാത്രം പാടിയാൽ പോരാ, അതിൻ്റെ പുറകിലുള്ള ടെസ്റ്റിമണി,
അതുകൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുന്നത്, നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് കഥ പോലെ എന്ന് തോന്നും. പക്ഷേ അത് നിന്റെ ലൈഫിലെ ഭയങ്കര ടെസ്റ്റ് മണിയാക്കി ദൈവം മാറ്റാൻ പോവാ. മനസ്സിലാക്കുന്നവർക്ക് അങ്ങ് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് അതൊരു സാക്ഷ്യമാകാൻ പോകുന്നു. ദൈവമേ, നിന്റെ ലൈഫിൽ അതൊരു കഥയെന്ന് തോന്നിയേക്കാം, പക്ഷെ അത് അനേകർക്ക് ഒരു ടെസ്റ്റ് മണിയായി ദൈവം തീർക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരെ കരങ്ങളടിച്ച് കർത്താവിന് മകൾ മഹത്വം കൊടുത്ത് ഞാനിന്ന് പകൽ നിർത്തട്ടെ. കഥ പോലെ, കഥയെന്ന് തോന്നത്തക്കവണ്ണം അസാധാരണമായ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കും. കേൾക്കുന്നുണ്ടോ? നടക്കും. ദൈവം തന്ന വാക്ക. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്ന വാക്ക ഇത്. സ്തോത്രം. അസാധാരണമായ കഥയെന്ന് തോന്നും. ഇത് നീ ചുമ്മാ പറയുവാന്ന് തോന്നും. ഇത് ചുമ്മാ ഇപ്പോഴത്തെ ട്രെൻഡിൽ പറഞ്ഞാൽ ഇത് പാസ്റ്റർ തള്ളുക, ചുമ്മാ തള്ളുക അല്ലേ? അങ്ങനെ ഇപ്പോഴത്തെ ബൈബിൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് തള്ളി മറിക്കുക പാസ്റ്റർ എന്ന് തോന്നത്തക്ക രീതിയിൽ. ഇത് ഞാൻ ചിരിക്കാൻ പറയുന്നതല്ല. ചിരിക്കുക, നിങ്ങൾ ചിരിക്കുക, സന്തോഷിക്കുക. സ്തോത്രം. അങ്ങനെ പറയത്തക്ക രീതിയിൽ അസാധാരണമായ, ഞാൻ ഈ വചനത്തെ ഞാൻ അതുപോലെ ഏറ്റെടുക്കുന്നു. എൻ്റെ കൂടെ എത്ര പേരുണ്ട്? ഇത് സ്വീകരിക്കാൻ എത്ര പേരുണ്ട്? സ്തോത്രം, സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മുടെ ലൈഫിൻ്റെ ദൈവം നടത്തുന്ന വഴികൾ പലപ്പോഴും നമുക്കിത് യാഥാർത്ഥ്യമാണോ എന്ന് തോന്നും. അങ്ങനെയായിരിക്കും ദൈവം നടത്തുന്നത്. ആ ഒരു ട്രാക്കിൽ നമ്മളായാൽ, ദൈവം നടത്തുന്ന ആ ഒരു ട്രാക്കിലേക്ക് നമ്മളായാൽ, ഇതൊക്കെ എൻ്റെ ലൈഫിൽ നടന്നതാണോ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നതാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്ന രീതിയിലായിരിക്കും ദൈവം നമ്മളെ നടത്താൻ പോകുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്തോത്രം പറഞ്ഞ് ഇന്ന് പകല് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ എല്ലാ ഈ ഒരു ഞാൻ പറയുകയാണ്, ഒരു സാധാരണ കാഴ്ചപ്പാടിൽ നിന്ന് ഇന്ന് പകല് നീ മാറണം. ഒരു അസാധാരണമായ, ഞാൻ ആ വാക്യമൊന്നും എടുക്കുന്നില്ല. ഈ മറിയമാര് വന്ന്, ഈ സഹോദരിമാര് വന്ന് ഈ അപ്പോസ്തലന്മാരോട് ഇവരോട് ഇത് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തില്ല? എഴുതിയിരിക്കുന്ന എന്താ? വിശ്വസിച്ചില്ല. കല്ലറയുടെ വാതിൽ തുറന്നെന്ന് പറഞ്ഞിട്ട്, കല്ലറയുടെ വാതിൽക്ക് നിന്ന് കല്ല് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, യേശു അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ആരും വിശ്വസിച്ചില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ 11 പേരും ഒരുമിച്ചിരിക്കുമ്പോൾ, ഞാൻ ബാക്കി എടുക്കുന്നില്ല, 11 പേര് ഒരുമിച്ചിരിക്കുമ്പം എൻ്റെ കർത്താവ് അവരുടെ നടുവിലോട്ട് വന്ന് പ്രത്യക്ഷനായി നിന്നു. വന്ന് നിന്നിട്ട് സമാധാനമൊക്കെ പറഞ്ഞിട്ട് ഓടനെ ഒരൊറ്റ ശാസനയാ. എന്തിനാ ശാസിച്ചെന്നറിയോ? ഇവരുടെ അവിശ്വാസത്തെ, ഇവരുടെ കഠിന ഹൃദയത്തെ. ഇന്ന് പകല് എവിടെയെങ്കിലും അവിശ്വാസം വരുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കഠിന ഹൃദയം വരുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, അസാധാരണ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ.
അസാധാരണ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതിനെ സ്തോത്രം, അതിൽ നമ്മൾ എന്തോ പറയുന്നത്, അതിനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നമ്മുടെ കഠിന ഹൃദയം മാറണം, വിശ്വസിക്കാൻ തയ്യാറാകണം. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നു, ഇന്ന് വാലായിരിക്കാം, ദൈവാത്മ പറയുന്നു നിന്നെ ഞാൻ തലയാക്കുമെന്ന് പറഞ്ഞാൽ. പണ്ട് ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വന്ന സമയത്ത് ആ ഒരു ആഴ്ച അല്ലെങ്കിൽ ആ ഒരു മാസം ഏതോ ഒരു 3 ദിവസത്തെ ഉപവാസം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ചാണകം മെഴുകിയ തറയാണ്, അതിലിങ്ങനെ പായിട്ട് സഹോദരന്മാർ സഹോദരിമാർ ഇങ്ങനെ ഇരിക്കുന്നു. ഏറ്റവും ഫ്രണ്ടിലത്തെ പായിൽ ഞാനിരിപ്പുണ്ട്. എന്നെ അടുപ്പിച്ച് സമപ്രായമുള്ള വേറൊരു സഹോദരൻ ഇരിക്കുക. വന്ന ദൈവദാസൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ദൈവദാസൻ, ഞങ്ങളുടെ ദൈവദാസൻ പ്രസംഗിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ അല്ലാതെ വേറൊരു ഗസ്റ്റ് പാസ്റ്റർ പ്രസംഗം കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അദ്ദേഹം എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ പുതിയ ആളല്ലേ. സ്തോത്രം. ആമേൻ. 9 വയസ്സുകാരൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നടന്ന സംഭവമാണ്. സ്തോത്രം. അപ്പോൾ ഈ ബാക്കിലിരുന്ന എൻ്റെ അടുത്തിരുന്ന ആ പുള്ളി എഴുന്നേറ്റു. ആമേൻ. അവൻ എഴുന്നേറ്റു. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനാണ് മുൻപൻ, ഞാൻ പിൻപനാ. സ്തോത്രം. കാരണം വർഷങ്ങൾക്ക് മുമ്പേ അവൻ രക്ഷിക്കപ്പെട്ട കുടുംബമായി. അപ്പൻ പോയിട്ട് ബാക്കി എല്ലാവരും, അമ്മയും തൻ്റെ ചേച്ചിയും താനും രക്ഷിക്കപ്പെട്ടു, ഇവനും. അപ്പോൾ ഞാൻ പിൻപനാ, ഇത് മുൻപനാ. ഇതേ എഴുന്നേറ്റു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മോനെ നീയല്ല, എന്നെ ചൂണ്ടിയിട്ട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. സ്തോത്രം. എഴുന്നേറ്റ് നിന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ വിദേശത്തൊക്കെ യാത്ര ചെയ്യും, ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ പോവും. സ്തോത്രം. ആമേ. വീട്ടിൽ വന്ന് ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ കുടുംബത്തിൽ ആരും ഇവിടെ ഇല്ല, ആകെയുള്ളത് മമ്മിയുടെ ഒരു അങ്കിള് ട്രിവാൻഡ്രം എയർപോർട്ടിലാണെന്ന് ജോലിയുണ്ട്. അപ്പോൾ ഈ ഒരാൾ മാത്രമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ആരുമില്ല വിദേശത്ത്, എന്നെ കൊണ്ടുപോകാൻ. മനസ്സിലായോ? എന്നെ വിദേശത്ത് കൊണ്ടുപോകാൻ ആരും, ഞങ്ങൾ ആ ലെവലിൽ ചിന്തിച്ചു. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞു, സ്തോത്രം, എത്രയോ ഒരു ഏജ് പറഞ്ഞിട്ട് ദൈവാത്മാവ് അന്ന് പറയാനിടയായി. സ്തോത്രം. കൃപയാൽ ആ ടൈമിൽ എവിടുന്ന് വഴി തുറന്നെന്നറിയില്ല, ആ രീതിയിൽ അവിടെ എത്തി. ആ കഥ എന്ന് തോന്നത്തക്കവണ്ണമുള്ള നീതി, വിശ്വസിക്കാൻ കഴിയാത്ത അളവിൽ ദൈവം ഈ ദിവസങ്ങളിൽ അസാധാരണമായ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഒന്ന് പ്രതികരിച്ചേ. അസാധാരണമായ ചില കാര്യങ്ങൾ ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇത് കള്ളം പറയാന്ന് തോന്നും, ഇത് കെട്ടുകഥയാന്ന് തോന്നും. ആ അളവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ഞാൻ വിശ്വസിക്കുന്നു ഈ 2025 തന്നെ ദൈവാത്മാവ് ചിലത് ചെയ്യാൻ തുടങ്ങിയാൽ വിശ്വസിക്കാമോ? ഞാൻ ആവർത്തിച്ച് പറയുന്നു. എനിക്കറിയില്ല, എന്നോട് ഇങ്ങനെ പറയാൻ ദൈവം പറയുന്നുണ്ടോ. ഞാൻ കുറച്ച് നേരം കൊണ്ട് നിർത്താമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, പാസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകല് ശക്തമായ ദൈവാത്മാ പറയുന്നു, കഥയെന്ന് തോന്നത്തക്ക രീതിയിൽ വിശ്വസിക്കാൻ കഴിയാത്ത അളവിലുള്ള അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ ആരുടെയൊക്കെ ലൈഫിൽ, നിന്റെ വീട്ടിനകത്ത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. ഇന്നു പകൽ ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പുനരുത്ഥാനത്തിൻ്റെ ദിവസം വിശ്വസിക്കാൻ കഴിയാത്ത അളവിൽ, കഥയെന്ന് തോന്നത്തക്ക നിലയിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.